ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ ജനത ഫേസ് ചെയ്തത് ഒരു വലിയ ഡൗൺഫോളിനെയാണ്. വേണമെങ്കിൽ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു വലിയ ഷിഫ്റ്റ്, ഒരു വലിയ മാറ്റം തന്നെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം 2024 ഇലക്ഷൻ റിസൾട്ടോട് കൂടി. ഈ ഡൗൺഫോൾ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ ഡൗൺഫോൾ ആണ്, ഒരു തകർച്ച എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. തകർന്നിട്ടില്ല എന്നൊക്കെ അവർ പറയുമെങ്കിൽ പോലും അതൊരു തകർച്ചയാണ്, ഒരു വിസിബിൾ ആയിട്ടുള്ള തകർച്ച തന്നെയാണ്. അതായത് ഒറ്റയ്ക്ക് നിന്ന് മെജോറിറ്റിയെക്കാട്ടിൽ കൂടുതൽ സീറ്റുകൾ നേടി മന്ത്രിസഭ രൂപീകരിച്ച ഒരു പാർട്ടിയിൽ നിന്ന് ഇപ്പൊ ഒറ്റയ്ക്ക് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള മെജോറിറ്റി പോലും കിട്ടിയില്ല. ലോക്സഭാ സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 543 അതിൽ മെജോറിറ്റി എന്ന് പറയുന്നത് 272 സീറ്റുകൾ കിട്ടിയെങ്കിൽ മാത്രമേ ഒറ്റയ്ക്ക് നിന്ന് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക്. പക്ഷേ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ 2024 റിസൾട്ട് വന്നപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയത് 242 സീറ്റുകളാണ്. അതായത് മെജോറിറ്റിയെക്കാട്ടിൽ ഒരുപാട് കുറവ്. ഇനി 2019 കണക്കുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ BJPക്ക് കിട്ടിയത്, BJPക്കല്ല NDA സഖ്യത്തിന് കിട്ടിയത് 353 സീറ്റുകളാണ്. അതിൽ BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയത് 303 സീറ്റ്. അതായത് മെജോറിറ്റിയെക്കാട്ടിൽ ഒരുപാട് കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഈ 2024 റിസൾട്ട് വരുമ്പോൾ NDA സഖ്യത്തിന് കിട്ടിയത് 292. അപ്പൊ വേണമെങ്കിൽ പറയാം NDAക്ക് ഓപ്പോസിറ്റ് നിന്ന ഒരു അലയൻസ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു അലയൻസ് ഫോം ചെയ്യുവാണ് കോൺഗ്രസ് പാർട്ടി ചേർന്ന്. ആ ഒരു അലയൻസ് സ്ട്രോങ് ആയിരുന്നു. ആ അലയൻസിൽ 232 സീറ്റുകൾ കിട്ടി. ഒരു വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഈ ഒരു 292 232 എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 2019 ഇലക്ഷൻ റിസൾട്ടുകൾ നോക്കുവാണെങ്കിൽ. ശരിക്കും ഈ ഇന്ത്യ അലയൻസ് സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണോ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഈ ഒരു ഡൗൺഫോൾ ഉണ്ടായത്? അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ സ്ട്രോങ് ആയിരുന്നു, അവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷേ അത് മാത്രമല്ല BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഈ ഒരു ഡൗൺഫോൾ ഉണ്ടാകാൻ കാരണം. വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ GDPയും എക്കണോമിയും നല്ല രീതിയിൽ തന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്പർ 1 ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ട് മാറിയേക്കാണ് ഇന്ത്യ. 8.2% ആയിട്ടാണ് ഇന്ത്യയുടെ എക്കണോമി ഉയർന്നിരിക്കുന്നത്. GDP നോക്കുവാണെങ്കിൽ 7.8%. ഈ ഒരു കണക്കുകൾ തെളിയിക്കുന്നത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത്, ഇന്ത്യയുടെ ഡെവലപ്മെന്റ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ എക്കണോമിക് ഗ്രോത്ത് കൊണ്ടും GDPയുടെ റൈസ് കൊണ്ടും ഇന്ത്യയിലെ സാധാരണക്കാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം ഇന്ത്യയുടെ ഒരു സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ 10% മാത്രമാണ് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ. ബാക്കി 90% സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഈ GDP ഗ്രോത്ത് കൊണ്ടും എക്കണോമിക് പ്രോഗ്രഷൻ കൊണ്ടും ഒക്കെ കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് ഈ 10% ആണ്. അത് എബോ നിൽക്കുന്ന ആളുകൾക്കാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടാകുന്നില്ല, യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ ചേഞ്ച് വന്നത് ഈ സാധാരണക്കാരുടെ ഇടയിലാണ്. അതായത് മാറി ചിന്തിച്ചത് ഈ സാധാരണക്കാരാണ്. കൂടുതൽ കോൺസെൻട്രേഷൻ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവിടെ ഒരു യാഥാർത്ഥ്യം. ഡെവലപ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, എക്കണോമിക് ഗ്രോത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, എക്കണോമിയിൽ പ്രോഗ്രഷൻ ഉണ്ട്, GDP പ്രോഗ്രഷൻ ഉണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ സ്റ്റിൽ ഇന്ത്യയുടെ സാധാരണ ജനത ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുകയാണ്, പരിതാപകരമായ അവസ്ഥയിൽ തന്നെയാണ്. അതൊരു വലിയ രീതിയിൽ ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടാകാൻ കാരണമായി. ഇനി അടുത്തതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇന്ത്യ അലയൻസിന്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി പല സീറ്റുകളും അവർക്ക് വിട്ടുകൊടുത്തു. അപ്പൊ ഇന്ത്യ അലയൻസ് രൂപീകരിച്ച സമയത്ത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇടയിൽ ഒരു വലിയ പ്ലാൻ അവർ നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തു, നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തു. ഈ അലയൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക്, അതായത് ഏറ്റവും കൂടുതൽ മെജോറിറ്റി വോട്ടുകൾ കിട്ടുന്നത് ആർക്കൊക്കെയാണ്, ഏത് സ്ഥലത്താണ് കൂടുതൽ സ്ട്രെങ്ത്, ഏത് സ്ഥലത്താണ് കൂടുതൽ സ്ട്രെങ്ത് ഇല്ലാത്തത്, അങ്ങനെ അവർ സീറ്റുകൾ വിഭജിച്ചു. നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. നല്ല രീതിയിൽ അവർ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന ആളുകളെ തന്നെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സീറ്റുകൾ കൊടുത്തു. BJPയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു വർഷത്തെ ആ ഒരു ഗ്യാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPയിൽ മറ്റുള്ള പാർട്ടിയിൽ നിന്ന് ചേർന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. BJPയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പ് ലെവലിൽ നിന്നിട്ടുള്ള നേതാക്കൾ എന്ത് ചെയ്തു? കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത് ഈ BJPയിലേക്ക് വന്ന് ജോയിൻ ചെയ്ത ആളുകളിലേക്കാണ്. ഇങ്ങനെ ജോയിൻ ചെയ്ത ആളുകൾക്ക് സീറ്റുകൾ കൊടുക്കുന്നു, അവരെ മത്സരിപ്പിക്കുന്നു. ഈ ആൾക്കാരെ ഇതിനു മുമ്പ് നിന്നിട്ടുണ്ടോ, മത്സരിച്ചിട്ടുണ്ടോ എന്ന് പോലും നോക്കുന്നില്ല. ഇങ്ങോട്ടേക്ക് വന്നവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു, അവർക്ക് സീറ്റുകൾ കൊടുക്കുന്നു. പകരം എന്ത് ചെയ്തു? ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചിട്ടുള്ള പല പ്രവർത്തകരെയും പല സഖ്യത്തെയും സൈഡിലോട്ട് മാറ്റി നിർത്തി. അവർക്ക് വേണ്ടത്ര ഒരു ഇത് കൊടുത്തില്ല, വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതായത് ആര് ജയിക്കും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ എന്നുള്ളത് ചിന്തിക്കാതെ പ്ലാൻ ചെയ്യാതെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്തത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ നാട് തന്നെ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഇവിടെ നിന്നിട്ടുള്ള വ്യക്തികളുടെ ആ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇവിടെ നിന്നിട്ടുള്ള നേതാവ്, ആ നേതാവ് എന്ന് പറയുന്നത്, ആ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് BJPയിലേക്ക് വന്ന് ജോയിൻ ചെയ്ത വ്യക്തിയാണ്. യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ആ വ്യക്തിയെ ഇവിടെ നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടുത്തെ യുവജനങ്ങൾ ആ വ്യക്തിയിൽ യാതൊരു രീതിയിലും തൃപ്തനല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം. BJPയുടെ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ BJP ഇലക്ഷൻ സമയത്ത് ചെയ്ത ഒരു പ്രവർത്തന രീതി നോക്കുവാണെങ്കിൽ അവർ കൂടുതലും റോഡുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഒരുപാട് റോഡ് ഷോകൾ നടത്തി. എല്ലാ പ്രവർത്തകരും, എല്ലാ റെപ്രസെന്റേറ്റീവ് റോഡുകളിൽ ഇങ്ങനെ നിരന്ന് പോവായിരുന്നു ചെയ്തത്.
പക്ഷെ റോഡുകളിലല്ല ഇന്ത്യയുടെ വോട്ടുകൾ ഇരിക്കുന്നത് എന്നുള്ളത് ഇവർ മറന്നുപോയി. അതായത് ഇവരുടെ കോൺസെൻട്രേഷൻ മൊത്തം ഷിഫ്റ്റ് ആയി. യഥാർത്ഥത്തിൽ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എവിടേക്കാണോ ചെന്ന് എത്തിച്ചേരേണ്ടത് അവിടേക്ക് എത്തിച്ചേർന്നില്ല. അപ്പൊ ആ ജനങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ അത് കാരണമായി. അതൊരു വലിയ കാര്യമാണ്. ഈവൻ നരേന്ദ്രമോദി അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ ഇപ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്തു ഇലക്ഷൻ സമയത്ത്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അധികം കോൺസെൻട്രേഷൻ നടന്നില്ല. അത് ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ ആ ഒരു ഇൻഫ്ലുവൻസ് കുറഞ്ഞു വന്നു. ഈ സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കുവാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹം കേരളത്തിൽ വന്നതിനേക്കാട്ടിൽ കൂടുതൽ, അദ്ദേഹം ഇവിടെ മത്സരിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ അദ്ദേഹം കേരളത്തിൽ വന്നതിനേക്കാട്ടിൽ കൂടുതൽ നരേന്ദ്രമോദി ഈ പ്രാവശ്യം കേരളത്തിൽ വന്നു. തമിഴ്നാട്ടിൽ വലിയ പ്രചരണങ്ങളും റോഡ് ഷോയും നടത്തി. ഒരു സീറ്റ് പോലും കിട്ടിയില്ല. പിന്നെ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടി. അത് പക്ഷേ BJPയുടെ ഇതാണെന്ന് ഞാൻ പറയില്ല, BJPക്ക് കിട്ടിയതാണെന്ന് ഞാൻ പറയില്ല. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയതാണ്, അദ്ദേഹത്തിന് കിട്ടിയതാണ്. അത് തൃശ്ശൂരിലുള്ള ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് ചെയ്ത വോട്ടല്ല, സുരേഷ് ഗോപിക്ക് ചെയ്ത വോട്ടാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിക്കും കിട്ടിയ വോട്ടാണ്. അതിനെ നമുക്ക് BJPക്ക് ഒരു രീതിയിലും അതിനകത്ത് എന്താ പറയുന്നത് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ ലോസ് ആയി. എന്നാൽ ഇവർക്ക് ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആയിട്ട് നിന്നിരുന്ന നോർത്ത് ഇന്ത്യയിലോ അവിടെയും ലോസ് ആയി. കാരണം അവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ നടന്നില്ല. അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ തൃപ്തിയില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള മിക്ക പ്രവർത്തകരെ സൈഡ് ലൈനാക്കി, വന്നു ചേർന്ന ആൾക്കാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇതൊക്കെ ഒരു വലിയ റീസൺ തന്നെയാണ് ഈ ഒരു ഡൗൺഫോളിന്. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു. അത് അയോധ്യ രാമക്ഷേത്രത്തെക്കുറിച്ചാണ്. അയോധ്യ രാമക്ഷേത്രം പണിഞ്ഞതിന് ശേഷം ഇവർ ഫുള്ളി കോൺഫിഡന്റ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ, അതായത് ഇതിലേക്കാട്ടിൽ കൂടുതൽ മെജോറിറ്റി, നേരത്തെ കിട്ടിയതിലും കൂടുതൽ മെജോറിറ്റി ആൾക്കാർ ഈ പ്രാവശ്യം വോട്ട് ചെയ്യുമെന്നുള്ളത്. അയോധ്യ ഇരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്, യുപിയുടെ സിറ്റുവേഷൻ 2019 ഇപ്പോഴും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആത്മവിശ്വാസം തകർന്നു പോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. 2019 62 സീറ്റുകളാണ് BJPക്ക് ഒറ്റയ്ക്ക് അവിടെ കിട്ടിയത് ഉത്തർപ്രദേശിൽ, അല്ലെങ്കിൽ NDA അലയൻസിന് ഉത്തർപ്രദേശിൽ കിട്ടിയത് 62 സീറ്റുകളാണ്. 2024 സാഹചര്യം വെറും 32. അതായത് അവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയത് സമാജ്വാദി പാർട്ടിക്കാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഒരു കാര്യവും സത്യത്തിൽ BJPയുടെ തകർച്ചയിലേക്ക് നയിച്ചു. ഇപ്പം രാമക്ഷേത്രം പണിഞ്ഞ സമയത്ത് കൂടുതലായിട്ടുള്ള ലോക്കൽസിനെയാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷെ അതുകൊണ്ട് ലോക്കൽസിന് കൂടുതൽ ദുരിതം മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതിനൊരു തെളിവുമാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട്. അപ്പൊ ദാറ്റ് മീൻസ് ഇവർ ചെയ്തിട്ടുള്ള പല കാര്യവും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടി നയിച്ചുവെങ്കിൽ പോലും ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഡെവലപ്മെന്റിനും ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഉള്ളിലേക്ക് അത് എത്തിച്ചേരാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം. പിന്നെ കുറെ റൂമേഴ്സും ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറെ കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും കുറെ കോൺട്രവേഴ്സിയും. ഈ ഇന്ത്യ സഖ്യം മുന്നോട്ട് വന്നത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കാനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആരും കൈകടത്താൻ വേണ്ടി അനുവദിക്കുന്നില്ല. അതൊരു വലിയ റൂമറാണ്. റൂമർ അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലെങ്കിലും അതൊരു സത്യമാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനെ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ സാധാരണക്കാരുടെ ഇടയിൽ മാത്രമല്ല, ഇന്ത്യയിലെ യൂത്തിന്റെ ഇടയിലും മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് അതൊരു കാരണമായി. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങളാണ്, അത് ഈ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്തതിന്റെയും എക്സിക്യൂട്ട് ചെയ്തതിന്റെയുമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിൽ നല്ല രീതിയിൽ തന്നെ അഫക്ട് ചെയ്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന അലയൻസ് അവർ നല്ല സ്ട്രോങ് ആയിരുന്നു, അവരുടെ പ്ലാൻ അവർക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. ആ പ്ലാൻ കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു.